സ്പൈസസ് ബോർഡിൽ വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഇന്ന് 4 പാർട്ടായിട്ടാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അവസാന പാർട്ട് 4ൽ നമ്മൾ നോക്കുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആൻഡ് പ്രൊജക്ട് അസിസ്റ്റന്റ് ജോബിനെ കുറിച്ചാണ്. chardi.sb-ker@gov.in എന്നുള്ള ഇമെയിലിലേക്ക് അയക്കേണ്ടതാണ്. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ കീഴിൽ സ്പൈസസ് ബോർഡിൽ വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഇന്ന് 4 പാർട്ടായിട്ടാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പാർട്ട് 1ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസൾട്ടന്റ് ഫിനാൻസ് പോസ്റ്റിനെ കുറിച്ചാണ്. പാർട്ട് 2ൽ നമ്മൾ നോക്കുന്നത് എൻഗേജ്മെന്റ് ഓഫ് ലീഗൽ കൺസൾട്ടന്റ് പോസ്റ്റിനെ കുറിച്ചാണ്. പാർട്ട് 3ൽ നമ്മൾ നോക്കുന്നത് ഫെസിലിറ്റി മാനേജർ കം ഇലക്ട്രീഷ്യൻ ജോബ് പോസ്റ്റിനെ കുറിച്ചാണ്. അവസാന പാർട്ട് 4ൽ നമ്മൾ നോക്കുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആൻഡ് പ്രൊജക്ട് അസിസ്റ്റന്റ് ജോബിനെ കുറിച്ചാണ്. ടോട്ടലി 4 പാർട്ടായിട്ടാണ് നമ്മൾ സ്പൈസസ് ബോർഡിന്റെ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് കടക്കും മുന്നേ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന സ്പൈസസ് ബോർഡിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നോട്ടിഫിക്കേഷൻസ് നമ്പർ 65/2024 നമ്മൾ നോക്കാൻ പോകുന്നത്. കൺസൾട്ടന്റ് ഫിനാൻസ് കോൺട്രാക്ട് ബേസിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് ആണ്. ജോബ് ലൊക്കേഷൻ വരുന്നത് സ്പൈസസ് ബോർഡിന്റെ ഹെഡ് ഓഫീസ് കൊച്ചിയിലാണ്. കോൺട്രാക്ട് ബേസ് വരുന്നത് 1 ഇയർ ആണ്. ചിലപ്പോൾ അത് 2 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതുമാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ആയിട്ട് വരുന്നത് ഒരു വേക്കൻസിയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ബികോം ഗ്രാജുവേറ്റ് വിത്ത് CA ഓർ ICWA ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. 40 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വെന്യൂ, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ദി ഇന്റർവ്യൂ. വെന്യൂ വരുന്നത് സ്പൈസസ് ബോർഡിന്റെ ഹെഡ് ഓഫീസിലാണ്. ഡേറ്റ് ആൻഡ് ടൈം പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അപ്ലൈ ചെയ്യുന്നതിനുള്ള ഫോർമാറ്റ് നമ്മുടെ ഈ ഡോക്യുമെന്റിന്റെ അവസാനം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ കാൻഡിഡേറ്റ്സ് വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻസ് വായിച്ചതിന് ശേഷം തന്നിരിക്കുന്ന ഫോർമാറ്റിൽ വേണം അപ്ലൈ ചെയ്യാൻ. പ്രത്യേകം നോട്ട് ചെയ്യുക, ആപ്ലിക്കേഷൻ ഫീ ഒന്നും തന്നെ ഇല്ല. സോ കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീ ഇല്ലാണ്ട് തന്നെ ഫ്രീ ആയി ഈ ജോബിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തതായി മെത്തേഡ് ഓഫ് സെലക്ഷൻ ആണ്. മെത്തേഡ് ഓഫ് സെലക്ഷൻ വരുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആപ്ലിക്കേഷൻസിനെയാണ് ഇന്റർവ്യൂവിനായിട്ട് ക്ഷണിക്കുന്നത്. എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് തന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ഫില്ല് ചെയ്തതിനു ശേഷം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ക്വാളിഫിക്കേഷൻസ് കൂടാതെ മറ്റ് ഡോക്യുമെന്റ്സിന്റെ കോപ്പി സഹിതം HRD.SB-KER@gov.in ഇമെയിലിലേക്ക് അയക്കേണ്ടതാണ്. അയക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് January 25 ആണ്. January 25 തന്നിരിക്കുന്ന ഫോർമാറ്റ് ഫില്ല് ചെയ്തതിനു ശേഷം ഡോക്യുമെന്റ്സും ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും എല്ലാം ഉൾപ്പെടെ HRD.SB-KER@gov.in എന്നുള്ള ഇമെയിലിലേക്ക് അയക്കേണ്ടതാണ്. ശ്രദ്ധിക്കുക, എല്ലാത്തിന്റെയും ഹാർഡ് കോപ്പിയാണ് കൊടുക്കേണ്ടത്, ഒറിജിനൽ അല്ല എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. അടുത്തത് ഇൻസ്ട്രക്ഷൻ ടു ദി കാൻഡിഡേറ്റ്. മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക, കാൻഡിഡേറ്റ് ജോബ് വരുന്നത് കോൺട്രാക്ട് ബേസ് ചെയ്താണ്. കാൻഡിഡേറ്റ്സ് ജോബ് കിട്ടിയതിനു ശേഷം 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ എഗ്രിമെന്റ് തയ്യാറാക്കി കൊടുക്കേണ്ടതാണ്. ആപ്ലിക്കേഷൻ നിങ്ങൾ അയക്കേണ്ടത് ഒരു സിംഗിൾ PDF ഫോർമാറ്റിലായിരിക്കണം. തന്നിരിക്കുന്ന ആപ്ലിക്കേഷൻസിന്റെ ഫോർമാറ്റിന്റെ കൂടെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ക്രോണോളജിക്കൽ ഓർഡറിലാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് അറ്റാച്ച് ചെയ്യേണ്ടത്. അതായത് ഇയർ ബേസ് ചെയ്തിട്ട്. ഫോർ എക്സാമ്പിൾ SSLC, +2, ഡിഗ്രി. സോ ഇയറിനെ ബേസ് ചെയ്താണ് നിങ്ങൾ ആ ഓർഡർ വെക്കേണ്ടത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടാണ്ട് ID പ്രൂഫ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആപ്ലിക്കേഷൻസിനെ ഇന്റർവ്യൂവിന് ക്ഷണിക്കുന്നതായിരിക്കും. സോ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ ആപ്ലിക്കേഷൻസിന് മെയിൻ ആയിട്ട് ഒരു ഇമെയിൽ IDയും ഫോൺ നമ്പറും ഉണ്ടായിരിക്കേണ്ടതാണ്. ആപ്ലിക്കേഷൻസ് അയക്കേണ്ട ഫോർമാറ്റ് ഈ ഒരു ഡോക്യുമെന്റിന്റെ അവസാനം നൽകിയിട്ടുണ്ട്. കാൻഡിഡേറ്റ്സ് തന്നിരിക്കുന്ന ഈ ഫോർമാറ്റിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. സോ ഫോർമാറ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ നോട്ടിഫിക്കേഷൻസിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോക്യുമെന്റ് നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.